കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണ കുടുംബങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ സഹായം, ആരോഗ്യ ഇൻഷുറൻസ്, റേഷൻ വിതരണം തുടങ്ങിയ ജനക്ഷേമ പദ്ധതികളിലെ മാറ്റങ്ങളെയാണ്. മാസങ്ങളായി പെൻഷൻ വൈകുന്നുവെന്ന പരാതിയും നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നുവെന്ന ആശങ്കയും ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും ആശ്രയമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യസമയത്ത് വീട്ടിലെത്തിക്കുമെന്ന ഉറപ്പും, സ്ത്രീകൾക്കായി കൂടുതൽ സാമ്പത്തിക സഹായ പദ്ധതികളും, കുടുംബങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളും ഉൾപ്പെടുത്തി വലിയ ജനക്ഷേമ വാഗ്ദാനങ്ങളോടെയാണ് UDF ജനങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകളുടെ പ്രധാന വരുമാന മാർഗമായി മാറിയിരിക്കുകയാണ്. ഭർത്താവിന് നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഈ സഹായം വലിയ ആശ്വാസമാണ്. എന്നാൽ പലപ്പോഴും വിതരണം വൈകുന്നതും കുടിശ്ശിക കൂടുന്നതുമാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് UDF പറയുന്നു. കൂടാതെ സ്ത്രീകൾക്കായി പുതിയ സ്വയം തൊഴിൽ പദ്ധതികൾ, കുടുംബശ്രീ വഴിയുള്ള സാമ്പത്തിക സഹായങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ, പലിശരഹിത വായ്പകൾ തുടങ്ങിയ പദ്ധതികളും ശക്തമാക്കുമെന്ന ചർച്ചയിൽ ഉയരുന്നുണ്ട്. ആരോഗ്യ മേഖലയും ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നായി അവതരിപ്പിക്കപ്പെടുന്നു. ഇന്ന് സാധാരണ കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ ഭാരം ആശുപത്രി ചികിത്സാ ചെലവുകളാണ്. ചെറിയൊരു രോഗം പോലും വന്നാൽ ആയിരക്കണക്കിന് രൂപ ചെലവാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ കുടുംബങ്ങൾക്ക് സൗജന്യമായോ കുറഞ്ഞ ചിലവിലോ മികച്ച ചികിത്സ ലഭ്യമാകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ കൂടുതൽ ശക്തമാക്കണമെന്നും സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. UDF അധികാരത്തിലെത്തിയതോടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ നിലവാരം ഉയർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം റേഷൻ വിതരണം, സപ്ലൈകോ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ തുടങ്ങിയ വിഷയങ്ങളും ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. വിലക്കയറ്റം കാരണം സാധാരണ കുടുംബങ്ങൾ വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സമയത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കണമെന്നും ആവശ്യം ശക്തമാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സാധാരണ ജനങ്ങളുടെ കുടുംബ ബജറ്റ് സംരക്ഷിക്കാൻ പ്രത്യേക ഇടപെടലുകൾ ഉണ്ടാകണമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വാഗ്ദാനങ്ങൾ വലിയ ചർച്ചയാകുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. സർക്കാർ ധനക്ഷാമം മൂലം പല ക്ഷേമ പദ്ധതികളും വൈകുന്നുവെന്ന വിമർശനം ശക്തമാണ്. അതേസമയം കാര്യക്ഷമമായ സാമ്പത്തിക നിയന്ത്രണത്തിലൂടെ ക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാനാകുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ കേരളത്തിലെ യുവാക്കൾക്കായി തൊഴിൽ ഉറപ്പാക്കുന്നതും ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രധാന ഭാഗമാകുന്നു. നിരവധി പഠിച്ച യുവാക്കൾ ജോലി ലഭിക്കാതെ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒഴിവുകൾ വേഗത്തിൽ നികത്തണമെന്നും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും ആവശ്യങ്ങൾ ശക്തമാണ്. PSC നിയമനങ്ങൾ വേഗത്തിലാക്കുക, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് സഹായം നൽകുക, ചെറുകിട വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാന ചർച്ചകൾ. കേരളത്തിലെ കർഷകരും മത്സ്യത്തൊഴിലാളികളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമെന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. അതേസമയം രാഷ്ട്രീയപരമായി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേര് കോൺഗ്രസ് പാരമ്പര്യവുമായി ബന്ധിപ്പിച്ചാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജനകീയ രാഷ്ട്രീയ ശൈലിയും ദരിദ്ര കുടുംബങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ക്ഷേമ പദ്ധതികളുമാണ് ഈ പേരിലൂടെ ജനങ്ങളിൽ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത്. സാധാരണ കുടുംബങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയ ആവശ്യം സാമ്പത്തിക സുരക്ഷയാണ്. പെൻഷൻ സമയത്ത് ലഭിക്കുക, ചികിത്സാ സഹായം ലഭിക്കുക, സ്ത്രീകൾക്ക് സാമ്പത്തിക പിന്തുണ ലഭിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് നിയന്ത്രിക്കാനാകുക, വിലക്കയറ്റത്തിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കുക, ഇതെല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി വരുന്ന മാസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചകളിലൊന്നായി ഈ വിഷയങ്ങൾ മാറാനാണ് സാധ്യത. UDFന്റെ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമായി തീരുമോ, അല്ലെങ്കിൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പെൻഷൻ, സ്ത്രീ സുരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ്, റേഷൻ തൊഴിൽ, കുടുംബ സാമ്പത്തിക സുരക്ഷ എന്നിവയാണ് ഇനി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന കേന്ദ്ര വിഷയങ്ങൾ.
വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്താം. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.